ശ്രീ അരുൺ മോഹൻ, താങ്കൾ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേട്ട് കാണും. അടിയന്തരമായി അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയായിരുന്നു. PM ശ്രീയിൽ പുനഃപരിശോധന, ഈ ധാരണാപത്രത്തിലൊക്കെ ഒപ്പുവെച്ചതിന് ശേഷം അതിനുശേഷം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി മാധ്യമങ്ങൾക്ക് മുൻപാകെ എത്തി ചോദിച്ചത് NEPക്ക് എന്താണ് കുഴപ്പമെന്നാണ്. ഇപ്പോൾ അവർക്ക് എന്തൊക്കെയോ കുഴപ്പങ്ങൾ തോന്നുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കണമല്ലോ പുനഃപരിശോധനയിലേക്ക് പോകുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു ഈ വിഷയത്തോട്? സർ, നമ്മൾ ഈ രണ്ടുപേര് ചേർന്നൊരു കരാറിൽ ഏർപ്പെടുന്ന ഒരു ധാരണയാവുന്നു. ഏകദേശം 1 വർഷത്തിന് ശേഷം കരാർ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് പിരിയാം എന്നൊക്കെ എഴുതിയ ഒരു ഒഫീഷ്യൽ നോട്ട് തയ്യാറാക്കിയതിനു ശേഷം ഒരു സുപ്രഭാതത്തില് എന്റെ വീട്ടുകാർക്ക് അതിന് പൈസയും വാങ്ങി, അല്ലെങ്കിൽ ബാക്കി മുഴുവൻ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതിന് ശേഷം എന്റെ വീട്ടുകാരിൽ ചില ബന്ധുക്കൾ ഇടഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് അങ്ങനെ നിൽക്കട്ടെ, ഇനി ഞങ്ങളൊരു കുടുംബക്കാരെല്ലാം കൂടെ ചേർന്ന് ഒരു കമ്മിറ്റിയെ വെക്കും, അവസാനം ഞങ്ങളുടെ കുടുംബയോഗം ചേർന്നിട്ട് ഞങ്ങൾ അതിന്റെ ഫൈനൽ തീരുമാനം എടുത്തിട്ട് നിങ്ങളെ അറിയിക്കാം എന്ന് പറയുന്നതിന് തുല്യമാണിത്. കാര്യം ജനങ്ങളെ വിഡ്ഢികളാക്കാം, മണ്ടന്മാരാക്കാണ് പച്ചയ്ക്ക് പറഞ്ഞാൽ. ഇതിൽ കൂടുതൽ ഒരു കാര്യമില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് വരുന്നു. CPI ഇവരെ സംബന്ധിച്ച് ആരാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് SDPI, സമസ്ത പോലെയുള്ള സംഘടനകളെ കൂടെ ചേർത്ത് നിർത്തണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര ആവിഷ്കൃത ഒരു പദ്ധതിയിൽ ഇപ്പോൾ ഒപ്പുവെച്ചതിന്റെ ഒരു ജാള്യതയുണ്ടല്ലോ. ഇത് തികച്ചും വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രമാണ്. CPI CPM സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ അല്ല. അവരുടെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ന്യൂനപക്ഷ വോട്ടുകൾ, ഇത്തരത്തിലുണ്ടാകുന്ന ഇഷ്യൂസ്, അതിന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ വെച്ച് ദയവ് ചെയ്ത് കളിക്കരുതെന്നാണ് അപേക്ഷ. കാര്യം 336 വിദ്യാലയങ്ങൾ ഏതാണ്ട് ലോകോത്തര നിലവാരത്തിലേക്ക് ഉയരുന്നു തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കേന്ദ്രീയ വിദ്യാലയങ്ങളിലും അതേപോലെ തന്നെ നവോദയ വിദ്യാലയങ്ങളിലും ഒക്കെ കുട്ടികളുടെ നിലവാരം നമ്മുടെ സാധാരണ സർക്കാർ സ്കൂളുകളിലെയും എയ്ഡഡ് സ്കൂളുകളിലെയും വിദ്യാർത്ഥികളുടെ നിലവാരവും തമ്മിൽ കൃത്യമായി താരതമ്യം ചെയ്യാൻ നമുക്ക് സാധിക്കാറുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ നിലവാരം ഉയരണമെങ്കിൽ എക്സ്റ്റേണൽ സംവിധാനങ്ങൾ, ക്ലാസ്സുകളുടെ ഡിജിറ്റലൈസേഷൻ, ഹരിത ക്ലാസ് റൂമുകൾ, ഇങ്ങനെ ഒരുപാട് പദ്ധതികൾ വിഭാവനം ചെയ്യുന്ന ഒരു വലിയ പ്രോസസ്സിന്റെ ഭാഗമാകുന്നു എന്ന് കേട്ടപ്പം സന്തോഷം തോന്നിയാണ്. പക്ഷെ ഇങ്ങനെ ബോധപൂർവം ഇത്തരം കാര്യങ്ങളെല്ലാം വെള്ളം ചേർത്തുകൊണ്ട് ചീഞ്ഞു നാറുന്ന രാഷ്ട്രീയത്തെ ദയവ് ചെയ്ത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഇരുട്ടിലാക്കിക്കൊണ്ട് മുമ്പോട്ട് വെക്കരുതെന്നുള്ളതാണ് ABPയുടെ അഭിപ്രായം. ഈ ABP ശക്തമായ പ്രതിഷേധ പരിപാടിയുമായി മുന്നോട്ട് പോകുമോ? ഇവർ ഒരു മരവിപ്പിക്കൽ അല്ലെങ്കിൽ അനിശ്ചിതകാലത്തേക്ക് ഇത് വൈകിപ്പിക്കാനാണ് തീരുമാനമെങ്കിൽ എങ്ങനെയായിരിക്കും ഇതിനെ നേരിടുക? കാരണം നേരത്തെയും കൃത്യമായ ഒരു നിലപാടെടുത്ത സംഘടന, വിദ്യാർത്ഥി സംഘടന ABVP മാത്രമായിരുന്നു. നമ്മുടെ കുട്ടികളുടെ ഭാവി തുലാസിലാക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് ഇവർ പോയാൽ എങ്ങനെ നേരിടും അരുൺ? 100% എങ്ങനെയാണോ ഒരു സമ്മർദ്ദത്തിലാക്കി PM ശ്രീ ഈ MOU സൈൻ ചെയ്യാൻ കേരള സർക്കാർ നിർബന്ധിതമായത്, അതിന് സമാനവും അതിന് മുകളിലുമായ രീതിയിലുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭം കേരളത്തിന്റെ തെരുവോരങ്ങളിൽ ഉണ്ടാവും. വിദ്യാഭ്യാസ മന്ത്രിക്ക് വഴി നടക്കാൻ വഴിയാത്ത സാഹചര്യം CM-ന്, കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പുറത്തിറങ്ങാൻ വയ്യാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. കാര്യം അങ്ങനെ പോകേണ്ടി വരുന്നതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്ന പോലെ മത്സ്യബന്ധന തൊഴിലാളികളുടെ, കർഷക തൊഴിലാളികളുടെ, പാവപ്പെട്ട കൂലിപ്പണിക്കാരന്റെ, പാറമട തൊഴിലാളികളുടെ ഒക്കെ കുഞ്ഞുങ്ങൾ നാളെ ഇവരുടെ കൊടി പിടിച്ച് ഇൻകുലാബ് വിളിച്ച് ഈ നാട്ടിൽ തന്നെ ഭാവി ഇരുട്ടിലായി ഇല്ലാതായി തീരണമെന്ന് ആഗ്രഹിക്കുന്നിടത്ത് നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി സുരക്ഷിതമാകണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ കേരള സമൂഹവും ABVPക്കൊപ്പം ചേരുമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. കാര്യം ഇത് ദേശാഭിമാനിയും ജനയുഗവും വായിച്ച് ദിനേശ് മീഡിയം വലിച്ച് പരിപ്പോടം തിന്ന് നടക്കുന്ന കാലം കഴിഞ്ഞു. ജനങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങി, അവരെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി. ഈ MOU സൈൻ ചെയ്തതിനു ശേഷം PM ശ്രീയിലെ കേരള സർക്കാർ ഒപ്പിടാൻ തയ്യാറായ വാർത്ത പുറത്തു വന്നതിന് ശേഷം കേരളത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ABVPയുടെ മുതിർന്ന കാര്യകർത്താക്കൾക്ക്, ABVPയുടെ പ്രവർത്തകരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആത്മവിശ്വാസം ഒരു 100 ഇരട്ടിയാകുന്ന രീതിയിലാണ് ഇവിടുത്തെ മാതാപിതാക്കളും പൊതുജനങ്ങളും പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ഇരുട്ടിലാകാതിരിക്കാൻ നിങ്ങൾ ചെയ്ത സമരത്തിന് ഞങ്ങൾ ഒപ്പമുണ്ടെന്ന് പറയുന്നു. പൊതുജനങ്ങളെ തെരുവിലിറക്കും. മുഴുവൻ പേരും തെരുവിലിറങ്ങി അതിശക്തമായ രീതിയിലുള്ള സമ്മർദ്ദ പ്രക്ഷോഭ പരിപാടികൾക്ക് ABVP നേതൃത്വം കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ഇനി ഈ തരത്തിൽ മരവിപ്പിക്കലോ റദ്ദാക്കലോ, ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ടല്ലോ, സമയമുണ്ടെങ്കിൽ, അതായത് കേന്ദ്രത്തിന്റെ അണ്ടറിലിരിക്കുന്ന ഒരു കാര്യം മരവിപ്പിക്കാനോ റദ്ദാക്കാനോ കേന്ദ്രത്തിന് മാത്രം കഴിയുന്ന ഒരു കാര്യത്തെ മരവിപ്പിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ആണ്. പൊതുവെ ഇവർ സ്ത്രീകളോട് പറയുന്നത്, ഞങ്ങൾക്ക് ഇത് കേരളമാണ്, ഞങ്ങൾ തീരുമാനിക്കും. കേരളം ഭാരതത്തിൽ തന്നെയാണ്, അല്ലാതെ പ്രത്യേക ഒരു രാജ്യമായി ചൈന നിയന്ത്രിക്കുന്നതോ
ഒരു സംസ്ഥാനമൊന്നുമല്ലല്ലോ കേരളം. ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അനുസരിച്ച് പ്രവർത്തിക്കുന്ന രാജ്യം, ഈ രാജ്യത്തെ ഫെഡറൽ സംവിധാനവും ഭരണഘടനയൊക്കെ അനുസരിച്ച് പ്രവർത്തിച്ചു പോകുന്ന ഒരു രാജ്യം, ഒരു സംസ്ഥാനം മാത്രമാണ് കേരളം. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇത് മരവിപ്പിക്കണം, ഇത് റദ്ദാക്കണം എന്നൊക്കെ ഇവിടെ നിന്ന് 7 പേരടങ്ങുന്ന ഒരു മന്ത്രിസഭ കൂടി തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ തരത്തിൽ ഫൈനലായിട്ട് അങ്ങനെ വേണം എന്ന് പറഞ്ഞ രാജശാസനം ഇറക്കാൻ രാജഭരണ കാലഘട്ടമല്ല ഇത്. ഇത് ജനാധിപത്യ സംവിധാനമാണ്, ഈ ഫെഡറൽ സംവിധാനമാണ്. കൺകറന്റ് ലിസ്റ്റിൽ തന്നെയാണ് വിദ്യാഭ്യാസം. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഒപ്പുവെക്കും, നാളെ ഇല്ല. സമസ്ത കണ്ണുരുട്ടുമ്പം മാറി. അത് കഴിഞ്ഞ് CPI പിണങ്ങി നിൽക്കുന്നു പറയുമ്പം എന്നാൽ അതങ്ങ് മാറ്റിയേക്കാം. അങ്ങനെ അവർക്ക് തോന്നുന്ന പോലെ കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റില്ല. ഈ കാര്യങ്ങളൊക്കെ പഠിക്കാതെയാണോ ഫെബ്രുവരി മാസം 2024 23-ാം തീയതി ഫെബ്രുവരി 2024 ഞങ്ങൾ സന്നദ്ധരാണ് എന്ന് പറഞ്ഞ് കത്തയച്ചവരാണ് സംസ്ഥാന സർക്കാർ. പൊതുവിദ്യാഭ്യാസ വകുപ്പ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കത്തയക്കുകയാണ്, ഞങ്ങൾ തയ്യാറാണ് PM ശ്രീയിൽ ചേരാൻ. ഈ കത്തയക്കുമ്പോൾ CPI ഇതൊന്നും അറിഞ്ഞിട്ടില്ലെന്നാണോ? ഇത് ആരെയാണ് ഇവർ പൊട്ടന്മാരാക്കുന്നത്? ഇതെല്ലാം ഒരു പരസ്പരം കൂടി ആലോചിച്ചുള്ള പരിപാടി മാത്രമാണ്. കേരളത്തിൽ ഇപ്പൊ ഈ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെ ശബരിമലയെ മുടിച്ച് നടക്കുന്ന സമയത്ത് അവർക്ക് ഇപ്പൊ കുറെ വാർത്തകളൊക്കെ വേണം. അതുകൊണ്ട് അവർ 7 മന്ത്രിസഭ. തീർച്ചയായും അങ്ങനെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു നീക്കം തന്നെയാണ് സർക്കാർ നടത്തുന്നത് എന്നുള്ളതാണ്.